നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭദ്രകാളി സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 30 ഭാഗങ്ങളിൽ വരുന്ന ഭഗവതിയുടെ നാനാനാമങ്ങളെയും അതിൻ്റെ വിവരണവുമാണ് നാം പഠിച്ചത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് 31-ാമത്തെ ഭാഗത്തിലെ ഭഗവതിയുടെ നാമങ്ങളെക്കുറിച്ചിട്ടാണ്. പരമാണുസ്വരൂപ ചിദാനന്ദ സ്വരൂപിണി. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കപ്പുറം ഈ പ്രകൃതിക്ക് കാരണമായ പരമാണുവിൻ്റെ രൂപത്തിലിരിക്കുന്നവളാണ് ദേവി. അഥവാ പ്രപഞ്ച സൃഷ്ടിക്കുള്ള സാമഗ്രി അഥവാ ഉപകരണമെന്ന പരമാണുവിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിലെ അന്ധകരണവൃത്തികളായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതെല്ലാം അനുഭവിക്കുന്ന അഹം തത്വവും ഒന്നൊന്നായി അടങ്ങി പ്രപഞ്ച അവബോധം ഉണ്ടാകുമ്പോൾ ചിദാനന്ദ ലാഭം ഉണ്ടാകുന്നു. ഇവിടെ ഭഗവതി ചിദാനന്ദ രൂപിണിയുമായി ഇരിക്കുന്നു. സദാനന്ദമയി സത്യ സർവാനന്ദ സ്വരൂപിണി. സദാ ആനന്ദലീനയായിരിക്കുന്ന ചിദാനന്ദ വിലാസിനിയായ ദേവി പ്രപഞ്ചമാകുന്ന ആനന്ദത്തിൽ സത്യമായിരിക്കുന്നവളും സർവവിധത്തിലുള്ള ആനന്ദത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നവളുമാണ്. പരയുമായി ഐക്യപ്പെട്ട നില, ബൈന്ധവമൂലം എന്നെല്ലാം വ്യവഹരിക്കപ്പെടുന്ന സാക്ഷാത് അനുഭവം എന്നത് പഞ്ചകോശങ്ങളിൽ ആനന്ദമയ കോശത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. പരാകുണ്ടലിനിയുടെ ഉദ്ഗമനത്താൽ ശിവ ഐക്യം ഉണ്ടാകുമ്പോൾ ശക്തി ആനന്ദമായി അമൃതപ്രവാഹം ഉണ്ടാക്കുന്നു. ആപ്തന്മാർ ഈ ആനന്ദത്തെ അചിന്ത്യമായ സമുദ്രത്തോട് ഉപമിച്ചിരിക്കുന്നു. എന്നാൽ താന്ത്രികമായി പരമാനന്ദത്തിന് മുൻപേയുള്ള നിരവധി ആനന്ദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓരോ വ്യത്യസ്തത വഴികളിലും ആത്മൻ്റെ ആനന്ദത്തെ അനുഭവിച്ച് പരയുമായി സംയോജിക്കുന്നതിലൂടെ പരാനന്ദഘനം എന്ന അവസ്ഥ പ്രാപിച്ച് ജീവൻ മുക്തനാകുന്നു. ഇപ്രകാരം സർവ ആനന്ദത്തിൻ്റെയും സ്വരൂപത്തിൽ ഇരിക്കുന്നവളാണ് ഭഗവതി. നമ പാർവതീപദേ. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി. ഹര ഹര മഹാദേവ.